രുദ്രാത്മികം ഭാഗം 17. ആരും കൊതിച്ചു പോകുന്ന ശരീരവും സൗന്ദര്യവുമൊക്കെയുള്ള അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ലച്ചു. എന്തോ ഒറ്റ നോട്ടത്തിൽ തന്നെ അവൾക്ക് അവനെ ഒരുപാട് ഇഷ്ടമായി. എന്നാൽ അവൻ്റെ കണ്ണുകൾ ആമയിലേക്ക് പ്രണയപൂർവ്വം നീളുന്നത് അവൾ ആ നിമിഷം കണ്ടിരുന്നില്ല. സോറി, ഞാൻ കണ്ടില്ല. ഇതേ സമയം അവനെ നോക്കാതെ താഴെ നോക്കിക്കൊണ്ട് ആമി പറഞ്ഞു. അപ്പോഴും അവളിൽ തന്നെ നോട്ടം ഉറപ്പിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്ന അവൾ പറഞ്ഞതൊന്നും കേട്ടിരുന്നില്ല. അല്ല, ഇതെന്താ രണ്ടും കൂടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? എന്തു പറ്റി ആമി? അവനൊന്നും മിണ്ടാതെ നിൽക്കുന്ന കണ്ട ആമി അവനെ നോക്കി എന്തോ വീണ്ടും പറയാനായി വന്നപ്പോഴാണ് ദച്ചു അങ്ങേക്ക് വന്നത്. അവളുടെ ശബ്ദമാണ് രുദ്രനെയും സുബോധത്തിലേക്ക് കൊണ്ടുവന്നത്. അത് ഞാനിവിടെ വരുമ്പോൾ ഏട്ടനെ തട്ടി വീണുപോയി. കൊച്ചുകുഞ്ഞിനെ പോലെ ചുണ്ടു പിളർത്തിക്കൊണ്ട് പറയുന്നവളെ അവൻ കൗതുകത്തോടെ നോക്കി നിന്നുപോയി. ഓ, അതാണോ? എന്നിട്ട് ഏട്ടൻ എന്തെങ്കിലും പറ്റിയോ? നിനക്കും കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ദച്ച് രണ്ടുപേരുടെയും നടുവിൽ ചെന്ന് നിന്നുകൊണ്ട് ചോദിച്ചു. അപ്പോൾ ആമിയും സംശയത്തോടെ അവനെ നോക്കി. ഏയ് ഇല്ലടാ, എനിക്കൊരു കുഴപ്പമൊന്നുമില്ല. അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറയുമ്പോഴും അവൻ്റെ മിഴികൾ ആമിയുടെ മേലെ ആയിരുന്നു. അത് കാണും തോറും പിടച്ചലോടെ അവൾ മിഴികൾ താഴ്ത്തി. പിന്നെ ആമി, ഇതാണ് എൻ്റെ ഏട്ടൻ രുദ്രാക്ഷ് മഹാദേവ്. രുദ്രൻ്റെ കയ്യിൽ തൂങ്ങിക്കൊണ്ട് ആമിയെ നോക്കി ദച്ചു പറഞ്ഞു. ദച്ചു പറയാറുണ്ട് കണ്ണേട്ടനെ. അപ്പോഴാണ് അവൾക്ക് താൻ എന്താ പറഞ്ഞത് എന്ന ബോധം വന്നത്. നാക്ക് കടിച്ചുകൊണ്ട് ആമി അവനെ നോക്കിയപ്പോൾ അവളെ നോക്കി അന്തം വിട്ട് നിൽപ്പാണവൻ, കൂടെ ദച്ചുവും. നീ എന്താ വിളിച്ചേ? ദച്ചു കണ്ണും തള്ളിക്കൊണ്ട് ആമിയെ നോക്കി ചോദിച്ചു. അത് പിന്നെ അത് നിന്റെ അമ്മ. പിന്നെ എന്തു പറയണമെന്നറിയാതെ അവൾ വിക്കിക്കൊണ്ട് അവരെ നോക്കി. അത് സാരമില്ല, അവൾ അങ്ങനെ വിളിച്ചോട്ടെ. ഒരു കുസൃതി ചിരിയോടെ അവളെ നോക്കിക്കൊണ്ട് രുദ്രൻ പറഞ്ഞു. നിങ്ങൾ അകത്തേക്ക് വാ, അച്ഛനും അമ്മയും ബന്ധുവീട്ടിൽ പോയിരിക്കുക. ഞാനും ചേച്ചിയും മാത്രമേ ഇവിടെ ഉള്ളൂ. അവൻ്റെ നോട്ടം കണ്ട് അവൾ വേഗത്തിൽ അവരെയും കൊണ്ട് അകത്തേക്ക് നടന്നു. അപ്പോഴേക്കും ആമിയുടെ റൂമിൽ നിന്ന് നല്ലൊരു ധാവണിയൊക്കെ എടുത്തു ചുറ്റി ലച്ചു താഴെ വരുന്നുണ്ടായിരുന്നു. രുദ്രൻ്റെ മുന്നിൽ നല്ല വിള ചമയാനുള്ള പരിപാടിയിലായിരുന്നു അവൾ. സിമ്പിൾ മേക്കപ്പ് ഒക്കെ ചെയ്ത് നമ്രമുഖിയായി മന്ദം നടന്നു വരുന്ന ലച്ചുവിനെ കണ്ട് ആമിയും ദച്ചുവും കിളി പാറിയ കണക്കെ നിന്നു. എന്താ രണ്ടും കൂടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? എന്തെങ്കിലും കുടിക്കാൻ എടുക്കണ്ടേ? ഞാൻ ഇപ്പോൾ കൊണ്ടുവരാം, നിങ്ങളിരിക്കേ. രുദ്രനെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് ലച്ചു അതും പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. ലച്ചുവിൻ്റെ പെട്ടെന്നുള്ള മാറ്റത്തിൽ ആകെ ഞെട്ടി നിൽക്കുകയാണ് ആമിയും ദച്ചുവും. വീട്ടിൽ ഒരാൾ വന്നാൽ പോലും തിരിഞ്ഞു നോക്കാതെ റൂമിൽ കുത്തിയിരിക്കുന്ന ആളാണ്. അങ്ങനെയുള്ള ലച്ചുവിൻ്റെ പെട്ടെന്നുള്ള മാറ്റം എന്തുകൊണ്ടാണെന്ന് മാത്രം അവർക്ക് മനസ്സിലായില്ല. അച്ഛനും അമ്മയുമൊക്കെ ഉണ്ടാകുമെന്ന് കരുതിയാണ് ഞാൻ വന്നത്. താടിക്ക് കൈയും കൊടുത്തുകൊണ്ട് ദച്ചു പറഞ്ഞു. അതാ പറഞ്ഞേ, വരുമ്പോൾ ഒന്ന് വിളിച്ചു പറയാൻ. അതുകൊണ്ട് നീ ഇപ്പോൾ അങ്ങനെ അവരെ കാണേണ്ട. ദച്ചുവിനെ നോക്കി കുറുമ്പോടെ ആമി പറഞ്ഞു. രുദ്രനാണിൽ കണ്ണിമ വെട്ടാതെ അവളെ തന്നെ നോക്കി നിൽപ്പാണ്. ഒരു കടുനീല കളറിലുള്ള ധാവണിയാണ് വേഷം. നീളൻ മുടികൾ ഒരു വശത്തായി മടങ്ങിയിട്ടുണ്ട്. കാതിലൊരു പൂവ് പോലുള്ള കുഞ്ഞു കമ്മൽ, കഴുത്തിൽ നേരിയൊരു ചെയിൻ, അതിൽ ആമി എന്ന് എഴുതിയിട്ടുമുണ്ട്. കുഞ്ഞിക്കണ്ണുകളിൽ നേർമയായി കൺമഷിയും ഇളർ റോംസ് നിറത്തിലുള്ള അതരത്തിലുമൊക്കെ അവൻ്റെ മിഴികൾ ഓടി നടന്നു. ദാ ചായ. രുദ്രന് മുന്നിൽ ചായയുമായി വന്നു നിൽക്കുന്ന ലച്ചുവിൻ്റെ ശബ്ദമായിരുന്നു അവനെ ബോധത്തിലേക്ക് കൊണ്ടുവന്നത്. തലയൊന്ന് കുടഞ്ഞുകൊണ്ട് ലച്ചുവിനെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ടവൻ കപ്പ് വാങ്ങി. താങ്ക്സ്. അതിനൊന്ന് പുഞ്ചിരി തൂക്കിക്കൊണ്ടവൾ ആമിയുടെ അരികിലായി ചെന്നിരുന്നു. അവർ അപ്പോഴും അവരുടേതായ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ദച്ചു, നീ ഒന്ന് എൻ്റെ കൂടെ കടയിലേക്ക് വരുമോ? ദച്ചുവിനെ നോക്കി ലച്ചു ചോദിച്ചപ്പോൾ അവൾ ആമിയെയും രുദ്രനെയും നോക്കി. അവരുടെ സമ്മതം കിട്ടിയപ്പോൾ ദച്ചു എഴുന്നേറ്റു. അയ്യോ, ബസ്സിന് വരാൻ കുറച്ച് ലേറ്റ് ആവില്ലേ? ഇനി എന്തു ചെയ്യും? പുറത്ത് കിടക്കുന്ന രുദ്രൻ്റെ കാർ നോക്കിക്കൊണ്ട് ലച്ചു പറഞ്ഞു. അപ്പോൾ അവളുടെ മനസ്സിൽ രുദ്രൻ്റെ കൂടെയുള്ള യാത്ര മാത്രമായിരുന്നു. എന്നാൽ ഇതേ സമയം രുദ്രൻ വളരെ ഹാപ്പിയായിരുന്നു. ആമയുടെ കൂടെ തനിച്ചു നിൽക്കാൻ കിട്ടിയ അവസരമല്ലേ? അവൻ മനസ്സിൽ ഒരുപാട് സന്തോഷിച്ചു. എന്നാൽ ആ സന്തോഷത്തെ തല്ലിക്കെടുത്തും പോലെ ലച്ചു തിരിഞ്ഞു നിന്ന് രുദ്രനോട് ചോദിച്ചു. രുദ്രേട്ടന് ഞങ്ങളുടെ കൂടെ ഒന്ന് വരാൻ പറ്റുമോ? ഇപ്പോൾ ബസ്സൊന്നുമില്ല, അതുകൊണ്ടാണ്. അത് കേട്ടപ്പോൾ അത്ര വരെ ചിരിച്ചുകൊണ്ടിരുന്ന അവൻ്റെ മുഖം കാറ്റയച്ചു വിട്ട ബലൂൺ പോലെയായി. അവൻ എന്ത് പറയണമെന്നറിയാതെ ദച്ചുവിനെ നോക്കി. ആ നോട്ടത്തിൽ തന്നെ അവൻ്റെ ഇഷ്ടക്കേട് അവൾ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ അവനെ നോക്കി ഒന്നുമില്ല എന്ന് കണ്ണ് ചിമ്മി കാണിച്ചു കൊണ്ടവൾ ലച്ചുവിൻ്റെ അരികിൽ ചെന്നു. അതിന് ലച്ചു ചേച്ചി പേടിക്കേണ്ട, ഏട്ടൻ ചാവി ഇങ്ങ് തന്നേ, ഞാൻ ഓടിച്ചോളാം. അത് കേട്ടപ്പോൾ നീ തങ്കപ്പനല്ലടാ പൊന്നപ്പനാടാ എന്ന കണക്കെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് രുദ്രൻ വേഗം കീ ദച്ചുവിൻ്റെ കയ്യിൽ കൊടുത്തു.
അത് കണ്ടപ്പോൾ ലച്ചുവിൻ്റെ മുഖം ഇഞ്ചി കടിച്ചതുപോലെയായി. സത്യം പറഞ്ഞാൽ ഒന്നും വാങ്ങാനൊന്നുമില്ല, പക്ഷെ അവൻ്റെ കൂടെ പോകാൻ വേണ്ടിയായിരുന്നു ഈ കളിച്ചതൊക്കെ. എല്ലാം വെറുതെ ആയല്ലോ എന്ന നിരാശയിൽ അവൾ നിന്നുപോയി. അല്ല, ഞങ്ങൾ എന്തായാലും പോയാൽ വരാൻ ലേറ്റാകുമല്ലോ. അപ്പോൾ അതുവരെ നിങ്ങൾ ഒറ്റയ്ക്കല്ലേ, ഞങ്ങളുടെ കൂടെ വരുന്നോ? രുദ്രനെ നോക്കി അവസാന ശ്രമമെന്നോണം ലച്ചു ചോദിച്ചു. രുദ്രനാണേൽ ഇപ്പോൾ ലച്ചുവിനെ കടിച്ചു കീറുമെന്ന ഭാവത്തിലായിരുന്നു. അവളുടെയും അവരുടെയും ഒക്കെ കളി കണ്ട് ആമിയും ഒന്നും മനസ്സിലാവാതെ രുദ്രൻ്റെ പിറകിൽ നിൽപ്പായിരുന്നു. ദച്ചു അപ്പോഴേക്കും കീ കിട്ടിയ സന്തോഷത്തിൽ ഓടിപ്പോയി കാറിൽ കയറിയിരുന്നിരുന്നു. ഇല്ലടോ, ഇത്രയും നേരം ഡ്രൈവ് ചെയ്ത് വന്നതല്ലേ, നല്ല ക്ഷീണം, നിങ്ങൾ പോയി വാ. പിന്നെ കൂട്ടിന് ദേ ആമിയും ഉണ്ടല്ലോ. ലച്ചുവിനെ നോക്കി പുഞ്ചിരിയോടെ അവൻ പറഞ്ഞപ്പോൾ ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്നവൾക്ക് തോന്നി. ആമിയാണേൽ അപ്പോഴാണ് ആ കാര്യം ഓർത്തത് തന്നെ. രുദ്രൻ്റെ കൂടെ തനിച്ചു നിൽക്കേണ്ട കാര്യം ഓർത്തപ്പോൾ അവളുടെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു. ഇതേസമയം കാറിലിരുന്ന് പോകാൻ തിരക്ക് കൂട്ടുന്ന ദച്ചുവിൻ്റെ അരികിലേക്ക് ലച്ചു നടന്നു. ഒന്നും വേണ്ടായിരുന്നു. ഇപ്പോൾ ഇനി രുദ്രനെ ഒന്ന് കാണാൻ പോലും ആവില്ല. വെറുതെ ഓരോ പൊട്ടബുദ്ധി. സ്വയം ഓരോന്നും പിറുപിറുത്തുകൊണ്ട് ലച്ചു വണ്ടിയിലിരുന്നു. അപ്പോഴും രുദ്രൻ്റെ കൂടെ തനിച്ചിരിക്കാൻ കിട്ടിയ ആമിയെപ്പറ്റി അവൾ ഓർത്തിരുന്നില്ല. ഇതേസമയം അവരുടെ കാർ അകന്നു പോകുന്നത് നോക്കി നിൽക്കുന്ന ആമിയെ ഒന്ന് ഒളിങ്കണ്ണിട്ട് നോക്കിക്കൊണ്ട് രുദ്രൻ അകത്തേക്ക് കയറി. അവൻ്റെ കൂടെ അവളും. രണ്ടുപേരും ഒന്നും മിണ്ടാതെ സോഫയിൽ ചെന്നിരുന്നു. ആമിക്കാണേൽ ഇതുവരെ ഇല്ലാത്ത ഒരുതരം വെപ്രാളമായിരുന്നു. അവൻ്റെ മുന്നിൽ ഇരിക്കുന്ന ഓരോ നിമിഷവും ആ ഫാനിൻ്റെ കാറ്റിലും അവൾ വിയർത്തു കുളിച്ചു. കോളേജിൽ നിന്ന് ദച്ചുവുമായിട്ടുള്ള കൂട്ട് കൂടിയപ്പോൾ തൊട്ട് അവളിൽ നിന്നും കേൾക്കാൻ തുടങ്ങിയതാണ് അവളുടെ ഏട്ടനെ പറ്റി. രുദ്രാക്ഷ് മഹാദേവ്, അമ്മയുടെ മാത്രം കണ്ണൻ, അവളുടെ എല്ലാ കുറുമ്പിനും കൂട്ടു നിൽക്കുന്ന ഏട്ടൻ. ഇതുവരെ നേരിൽ കണ്ടില്ലെങ്കിലും ദച്ചുവിലൂടെ അവൾ അവനെ പൂർണ്ണമായും അറിഞ്ഞു തുടങ്ങിയിരുന്നു. അങ്ങനെ എപ്പോഴൊക്കെയോ അവളുടെ കണ്ണേട്ടനായി മാറി, അവളുടെ മാത്രം കണ്ണേട്ടൻ. പലതവണ കാണാൻ തോന്നിയെങ്കിലും എന്നെങ്കിലും ഒരു നാൾ കാണാമെന്ന ചിന്തയിൽ കാത്തിരുന്നു. അപ്പോഴും കണ്ണേട്ടനോടുള്ള തൻ്റെ മനോഭാവം എന്തെന്ന ചോദ്യത്തിന് അവളുടെ പക്കൽ ഉത്തരമില്ലായിരുന്നു. ഇപ്പോൾ ഒട്ടും നനയ്ക്കാത്ത നേരത്ത് മുന്നിൽ വന്നപ്പോൾ എന്ത് ചെയ്യണം എന്ത് പറയണം എന്നറിയാത്ത തൻ്റെ അവസ്ഥ ഓർത്തുകൊണ്ടവൾ ഇരുന്നു. അവൾ പതിയെ തലചെരിച്ചു കൊണ്ടവനെ നോക്കി. ഫോണിൽ നോക്കി ഇരിപ്പാണവൻ. ഒരു നീല കളറിലുള്ള ഫോർമൽ ഷർട്ടും ബ്ലാക്ക് പാൻറ്റുമാണ് വേഷം. മുടി അലസമായി ഒരു വശത്തേക്ക് മാടി വെച്ചിട്ടുണ്ട്. ഒരു കൈയിൽ വാച്ചും മറുകൈയിൽ ഏലസും. അവൻ്റെ കട്ടി പുരികക്കൊടിയിലൂടെയും അതിനിടയിലെ കണ്ണുകളിലും പിരിച്ചു വെച്ച മീശയിലുമൊക്കെ അവളുടെ കണ്ണുകൾ ഓടി നടന്നു. ഒടുക്കം അവൻ്റെ കയ്യിലുള്ള ഫോണിലേക്ക് നോട്ടമെത്തിയപ്പോൾ അവൾ ചുണ്ടുകൾ കൂർപ്പിച്ചു. ഇതിന് മാത്രം നോക്കാൻ അതിലെന്താണോ ആവോ? ഞാനിവിടെ തൊട്ടടുത്തിരിക്കുന്നില്ലേ, എന്നോട് എന്തെങ്കിലും മിണ്ടിക്കൂടെ? ഈശ്വര, ഇനി വല്ല ഗേൾഫ്രണ്ട് എങ്ങാനും ഉണ്ടാകോ? അങ്ങനെ ഉണ്ടെങ്കിൽ ദച്ചു അറിയേണ്ടതല്ലേ. തൻ്റെ ഫോണിലേക്ക് നോട്ടമെറിഞ്ഞുകൊണ്ട് എന്തൊക്കെയോ പിറുപിറുക്കുന്ന അവളെ നോക്കിക്കൊണ്ടവൻ ഫോൺ പോക്കറ്റിൽ ഇട്ടു. അവൻ്റെ ആ പ്രവൃത്തിയിൽ ഒന്ന് ഞെട്ടിക്കൊണ്ടവൾ അവനിൽ നിന്നും നോട്ടം മാറ്റി. അവളുടെ ആ കളികളൊക്കെ അവൻ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ചു നേരത്തേക്ക് രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല. ആമിയുടെ പനി എങ്ങനെയുണ്ട്? മൗനം അസഹ്യമായപ്പോൾ അവൻ തന്നെ ചോദിച്ചു. അത് കുറവുണ്ട് കണ്ണേട്ടാ. അവളുടെ കണ്ണേട്ട എന്നുള്ള വിളി അവനിൽ വല്ലാത്ത സന്തോഷം നിറയ്ക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ സംസാരം നീണ്ടുപോയി. ആദ്യം അവൾക്ക് അവനോട് മിണ്ടാൻ കുറച്ച് വെപ്രാളമുണ്ടെങ്കിലും പോകെ പോകെ അവൾ അവനോട് നന്നായി അടുത്തു. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അവർ ഒരുപാട് കാര്യങ്ങൾ പരസ്പരം അറിയുകയും പറയുകയും ചെയ്തു. അവളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ നിമിഷവും രുദ്രൻ്റെ മനസ്സിൽ പെട്ടെന്ന് തന്നെ അവളോടുള്ള തൻ്റെ പ്രണയം പറയണമെന്നായിരുന്നു. എന്നാൽ അവളുടെ മനസ്സിലും അതുതന്നെ ആയിരുന്നു എന്നവൻ ആ നിമിഷം അറിഞ്ഞിരുന്നില്ല. ഇതേസമയം എന്തൊക്കെയോ വാങ്ങിക്കൂട്ടി വേഗത്തിൽ വീട്ടിലെത്താൻ തിടുക്കം കൂട്ടുകയാണ് ലച്ചു. ദച്ചുവിൽ നിന്നും രുദ്രനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും അവളും അറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അവനെ കാണാനുള്ള തിടുക്കത്തിൽ അവർ വേഗം വീട്ടിൽ തിരിച്ചു. വീടിന് മുന്നിൽ കാർ നിർത്തിയപ്പോൾ ദച്ചുവിനെ പോലും നോക്കാതെ വേഗത്തിൽ അകത്തേക്ക് കടന്ന ലച്ചുവിൻ്റെ കാലുകൾ പെട്ടെന്ന് പിടിച്ചു കെട്ടിയ പോലെ നിന്നു. അടുത്തടുത്തിരുന്ന് പരസ്പരം ഓരോന്നും പറഞ്ഞു പൊട്ടിച്ചിരിക്കുന്ന രുദ്രനെയും ആമിയെയും കണ്ട അവളുടെ മുഖം ഇരുണ്ടു. അതിനേക്കാൾ അവളെ ഞെട്ടിച്ചത് ആമി കാണാതെ അവളെ പ്രണയത്തോടെ നോക്കിയിരിക്കുന്ന രുദ്രൻ്റെ കണ്ണുകളാണ്. അത് കണ്ടതും തലക്കടിയേറ്റതുപോലെ ലച്ചു തറഞ്ഞു നിന്നുപോയി. ഏട്ടാ. ദച്ചുവിൻ്റെ വിളിയാണ് രുദ്രനെ സ്വബോധത്തിലേക്ക് കൊണ്ടുവന്നത്. നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ടവൻ അവളെ നോക്കി. ദീപുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു ദച്ചു. ബോധം തെളിഞ്ഞപ്പോൾ തന്നെ ആമിയെ കാണണമെന്ന് വാശി പിടിച്ച് ഓടി വന്നതായിരുന്നു അവൾ. ഏട്ടാ, ആമി. അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞുകൊണ്ടവൾ പൊട്ടിക്കരഞ്ഞു. ഒന്നുമില്ലടാ. ദേ, ആമിക്കൊരു കുഴപ്പവും ഉണ്ടാവില്ല. ഉള്ളം വിങ്ങുന്നുണ്ടെങ്കിലും അവളെ സമാധാനിപ്പിക്കാൻ എന്നോണം അവൻ പറഞ്ഞു. അപ്പോഴാണ് ദൂരെ നിന്നും ആമിയുടെ അച്ഛനും അമ്മയും കൂടെ ലച്ചുവും വരുന്നത് അവർ കണ്ടത്.
കരഞ്ഞുകൊണ്ട് ഓടിവരുന്ന വേദികയുടെയും സഞ്ജയുടെയും കൂടെ ഒട്ടും താല്പര്യമില്ലാത്ത പോലെ നടന്നു വരുന്ന ലച്ചുവിനെ കണ്ട ദീപു മുഷ്ടി ചുരുട്ടി. അപ്പോൾ അവൻ്റെ മനസ്സിൽ പല സംശയങ്ങളും ഉണ്ടായിരുന്നു.